മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല ഉള്ളോടെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുഞ്ഞ് ഹെയർ പാക്കുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അഞ്ജു. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്നെ ഒത്തിരിയേറെ ഹെൽപ്പ് ചെയ്ത ഒരു കുഞ്ഞ് ഹെയർ ടിപ്പാണ്. ഇതിനാവശ്യമായിട്ടുള്ളത് നമ്മുടെ കഞ്ഞിവെള്ളമാണ്. ഈ പാക്ക് ഞാൻ തയ്യാറാക്കുന്നത് രാത്രിയിലാണ് കേട്ടോ. രാത്രി തയ്യാറാക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കഞ്ഞിവെള്ളത്തിനകത്തേക്ക് 2 സ്പൂൺ ഉലുവ വേണം. ഉലുവയ്ക്കകത്ത് ധാരാളമായിട്ട് പ്രോട്ടീൻ, അയൺ, വൈറ്റമിൻ ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. ഇതെല്ലാം നമ്മുടെ ഹെയറിൻ്റെ റൂട്ട് നല്ല സ്ട്രോങ് ആക്കാനായിട്ട് സാധിക്കും. എനിക്കാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഡാൻഡ്രഫ് വന്നായിരുന്നു. ഇതുമൂലം ഒത്തിരിയേറെ മുടി കൊഴിഞ്ഞു പോകാനൊക്കെ കാരണമായി. അതുപോലെ താരനായിട്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഈ ഒരു പാക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും കുറഞ്ഞതൊന്ന് ഇത് തയ്യാറാക്കി നിങ്ങൾ തലയിൽ പുരട്ടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ ചേർക്കുന്നത് കണ്ടോ, നമ്മുടെ ആര്യവേപ്പിലയും അതുപോലെ കറിവേപ്പിലയും ഓരോ തണ്ട് വെച്ച് എടുത്തിട്ടുണ്ട്. ഒരൊറ്റ തണ്ട് വെച്ച് 2 എടുത്തിട്ടുള്ളൂ കേട്ടോ. ആര്യവേപ്പിലയും കറി ലീഫും ഒത്തിരിയേറെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ അകാല നര അത് മാറാനായിട്ടും. പിന്നെ താരൻ, ചൊറിച്ചിലൊക്കെ ചിലർക്കുണ്ടാകാറുണ്ടല്ലേ, ആ ചൊറിച്ചിലെല്ലാം മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. കറി ലീഫിനകത്താണെങ്കിൽ ബീറ്റ കരോട്ടിനും പ്രോട്ടീനും വൈറ്റമിൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് അകാല നരയെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആര്യവേപ്പിനകത്താണെങ്കിൽ താരനൊക്കെ ഉണ്ട്, അതും മാറാൻ സാധിക്കും. ഇതതിന് ശേഷം അടച്ചു വെച്ച് ആ ഓവർനൈറ്റ് മുഴുവൻ ഇരുത്തുക. പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോഴുള്ള അവസ്ഥ ഇപ്പോൾ കാണുന്നുണ്ടോ. പിറ്റേ ദിവസം രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഉലുവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഇലയും അതിനകത്തേക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കീറിയിടാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഇട്ടാലും മതി. കണ്ടോ. അതിനുശേഷം അത് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അരിച്ചെടുത്താലും മതി. ഇങ്ങനെ എടുക്കുമ്പോഴേക്കും, ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുമ്പോഴേക്കും ഒരു സ്മെല്ല്, ആ ഉലുവയുടെ ഒരു സ്മെല്ല് കാണും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു തുണിയിലോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു അരിപ്പയിലോ വെച്ച് അരിച്ചെടുക്കുക. തുണിയിൽ അരിച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് അരിച്ചെടുത്ത് കിട്ടുന്ന ആ ഒരു പാക്ക് നമ്മുടെ തലയിൽ തേച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളഞ്ഞാലായിട്ട് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളും എല്ലാം രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.